ഹായ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ ഒരു മോഡലാണ് OSI മോഡൽ അല്ലെങ്കിൽ ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ. OSI stands for Open System Interconnection. It's a reference model that describes how information from a software application in one computer moves through the physical medium to the software application in another computer. ഫിസിക്കൽ മീഡിയത്തിലൂടെ ഒരു കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനിലേക്ക് എങ്ങനെ ഇൻഫോർമേഷൻ പാസ് ചെയ്യും ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു റെഫറൻസ് മോഡലാണ് ഓപ്പൺ സിസ്റ്റം ഇന്റർകണക്ഷൻ മോഡൽ അല്ലെങ്കിൽ OSI മോഡൽ എന്ന് പറഞ്ഞാൽ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 7 layers. അതിൽ 7 layers ഉണ്ട്. ഓരോ ലേയേഴ്സും ഓരോ പർട്ടിക്കുലർ ഫങ്ഷൻസേക്കാളും പെർഫോം ചെയ്യാം. OSI model was developed by the International Organization for Standardization in 1984. 1984-ലാണ് International Organization for Standardization OSI model develop ചെയ്തത്. And it is now considered as an architectural model for the inter-computer communication. Inter-computer communicationന്റെ ഒരു ആർക്കിടെക്ചറൽ മോഡലായിട്ടാണ് ഇപ്പം OSI മോഡലിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. OSI model divides the whole task into 7 smaller and manageable tasks. അതായത് നമ്മൾ പറഞ്ഞ OSI model 7 layers ആണ്. 7 layers ആക്കിയാൽ എന്താ ഒരൊറ്റ ടാസ്കിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന 7 layers ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് OSI മോഡൽ. Each layer is assigned a particular task. ഓരോ ലെയറിനും ഓരോ particular task ഇങ്ങനെ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. Each layer is self-contained, so that tasks assigned to each layer can be performed independently. അതായത് ഓരോന്നും ഓരോ ലേയേഴ്സ് അല്ലേ, അതൊക്കെ സെൽഫ് കണ്ടെയ്ൻഡ് ആണ്. അത് ഒന്നൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. ഒന്നിനെ നമ്മൾ മോഡിഫൈ ചെയ്താലും മറ്റു ലേയേഴ്സിനെ അത് ബാധിക്കില്ല. ഇപ്പൊ നമ്മൾ ലേയേർഡ് ആർക്കിടെക്ചർ പറഞ്ഞൊരു പോയിന്റ് ആണ് എന്താണ് സെൽഫ് കണ്ടെയ്ൻഡ്, എന്താണ് ഇമ്മോഡുലാരിറ്റി, എന്താണ് ഇൻഡിപെൻഡന്റ് ആയിട്ട്, ഒക്കെ നമ്മൾ ലേയേർഡ് ആർക്കിടെക്ചറിൽ പറഞ്ഞതാണ്. Characteristics of OSI model. OSI മോഡലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാ നോക്കാം. OSI മോഡലിൽ 7 layers ഉണ്ട് പറഞ്ഞു അല്ലേ. എന്നാൽ ഫസ്റ്റത്തെ ലെയർ ഏറ്റവും ടോപ്പ് ലെയർ ആണ് അപ്ലിക്കേഷൻ ലെയർ. അപ്പർ ലെയർ ഏറ്റവും അപ്പർ ലെയർ ആണ് അപ്ലിക്കേഷൻ ലെയർ. അപ്പർ ലെയർ എന്ന് പറഞ്ഞാൽ ഒരു ലെയറിന്റെ മുകളിലുള്ള ലെയർ ആണ് അപ്ലിക്കേഷൻ ലെയർ. അപ്ലിക്കേഷൻ ലെയർ എപ്പോഴും യൂസറായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ലെയർ ആണ് അപ്ലിക്കേഷൻ ലെയർ. രണ്ടാമത്തെ ലെയർ ആണ് പ്രസന്റേഷൻ ലെയർ. മൂന്നാമത്തത് സെഷൻ ലെയർ. നാലാമത്തത് ട്രാൻസ്പോർട്ട് ലെയർ. അഞ്ചാമത്തത് നെറ്റ്വർക്ക് ലെയർ. 6 ഡാറ്റ ലിങ്ക് ലെയർ. 7 ഫിസിക്കൽ ലെയർ. ഇങ്ങനെ 7 ലെയേഴ്സ് ഉള്ളൊരു മോഡലാണ് OSI മോഡൽ. ഇതൊക്കെ ഒരൊറ്റ ടാസ്ക് ആണ്, ബട്ട് അതൊരു അൺമാനേജബിൾ ടാസ്ക് ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സ്മോൾ പീസസ് ആക്കി തിരിച്ചു ഓരോ ടാസ്കിനും. ഇങ്ങനെ മാനേജബിൾ ആയിട്ടില്ല, ഓരോ സ്മോൾ ടാസ്കുകളാക്കി ഡിവൈഡ് ചെയ്തു. അങ്ങനെ OSI മോഡലിൽ 7 ടാസ്ക് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ അപ്ലിക്കേഷൻ, സെക്കൻഡ് ലെയർ പ്രസന്റേഷൻ, സെഷൻ, ട്രാൻസ്പോർട്ട്, നെറ്റ്വർക്ക്, ഡാറ്റ ലിങ്ക് ആൻഡ് ഫിസിക്കൽ ലെയർ. ഫിസിക്കൽ ലെയർ ആണ് ഫിസിക്കൽ മീഡിയം ആയിട്ട് എപ്പോഴും ഒരു ഇന്ററാക്ഷൻ ഉള്ള ലെയർ ആണ് ഫിസിക്കൽ ലെയർ എന്ന് പറഞ്ഞാൽ. ഇത് ഫസ്റ്റ് 4 ലെയർ അതായത് അപ്ലിക്കേഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ, സെഷൻ ലെയർ ആൻഡ് ട്രാൻസ്പോർട്ട് ലെയർ ഈസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഹോസ്റ്റ്. ഹോസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഈ ഒരു 4 ലെയർ. നെറ്റ്വർക്ക് ലെയറും ഡാറ്റ ലിങ്ക് ലെയറും ഫിസിക്കൽ ലെയറും ഇസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി നെറ്റ്വർക്ക്. OSI മോഡലിന്റെ 7 layers ഏതൊക്കെയാണ്? ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെക്ഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ, അപ്ലിക്കേഷൻ ലെയർ. ഇതൊക്കെയാണ് 7 layers ഓഫ് OSI മോഡൽ. അടുത്തത് അപ്ലിക്കേഷൻ ലെയർ എന്താ ചെയ്യുക? അപ്ലിക്കേഷൻ ലെയർ എന്ന് പറഞ്ഞാൽ യൂസറുമായിട്ട് ഒരു ഇന്ററാക്ഷൻ കീപ്പ് ചെയ്യും. ദിസ് ലെയർ പ്രൊവൈഡ്സ് സർവീസസ് ടു ദി യൂസർ. യൂസർ ഇന്ററാക്റ്റീവ് ലെയർ ആണ് അപ്ലിക്കേഷൻ ലെയർ. അപ്ലിക്കേഷൻ ലെയർ യൂസറിന് വേണ്ട സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ എന്താ പ്രസന്റേഷൻ ലെയർ ചെയ്യുക? പ്രസന്റേഷൻ ലെയർ റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്ലേഷൻ, കംപ്രഷൻ ആൻഡ് എൻക്രിപ്ഷൻ. പ്രസന്റേഷൻ ലെയർ ഡാറ്റനെ എൻക്രിപ്റ്റ് ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്യും, അതേപോലെ സൈസ് കംപ്രസ് ചെയ്യും. പിന്നെ അതേപോലെ ഞാൻ സെക്ഷൻ ലെയർ ഇറ്റ് ഈസ് യൂസ് ടു എസ്റ്റാബ്ലിഷ്, മാനേജ് ആൻഡ് ടെർമിനേറ്റ് സെക്ഷൻസ്. സെക്ഷനും പോർട്ടും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ഈ ഒരു സെക്ഷൻ ലെയർ ആണ്. സെക്ഷൻ ലെയർ സെക്ഷൻസിനൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യും,
അതേപോലെ മാനേജ് ചെയ്യും. പിന്നെ അതേപോലെ ആ സെക്ഷന്റെ ആവശ്യം കഴിഞ്ഞാൽ ആ സെക്ഷനെ ടെർമിനേറ്റ് ചെയ്ത് കളയുകയും ചെയ്യും. ട്രാൻസ്പോർട്ട് ലെയർ ഇറ്റ് പ്രൊവൈഡ്സ് റിലയബിൾ മെസ്സേജ് ഡെലിവറി ഫ്രം പ്രോസസ് ടു പ്രോസസ്. ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊരു പ്രോസസ്സിലേക്ക് റിലയബിൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് ഡെലിവറി പോസിബിൾ ആക്കും ട്രാൻസ്പോർട്ട് ലെയർ. പിന്നെ എന്താ നെറ്റ്വർക്ക് ലെയർ. നെറ്റ്വർക്ക് റെസ്പോൺസിബിൾ ഫോർ മൂവിങ് ദ പാക്കറ്റ്സ് ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് പാക്കറ്റ്സ് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും നെറ്റ്വർക്ക് ലെയർ. ഡാറ്റ ലിങ്ക് ലെയർ എറർ ഫ്രീ ആയിട്ട് ഡാറ്റ ഫ്രെയിംസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ലെയർ ആണ് ഡാറ്റ ലിങ്ക് ലെയർ. ആൻഡ് ഫിസിക്കൽ ലെയർ ഇറ്റ് പ്രൊവൈഡ്സ് എ ഫിസിക്കൽ മീഡിയം ത്രൂ വിച്ച് ദ ബിറ്റ്സ് ആർ ട്രാൻസ്മിറ്റഡ്. ബിറ്റ്സ് ഫിസിക്കൽ മീഡിയത്തിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ലെയർ ആണ് ഫിസിക്കൽ ലെയർ. അതായത് ഫിസിക്കൽ മീഡിയം ആയിട്ട്, അതായത് ട്രാൻസ്മിഷൻ ചാനലായിട്ട് ഏറ്റവും അടുത്ത ലെയർ ആണ് ഫിസിക്കൽ ലെയർ. അതിന് ഒരു ഫിസിക്കൽ ടച്ച് ഉണ്ടാവും ആ ഒരു ഫിസിക്കൽ മീഡിയം ആയിട്ട്. അതാണ് ഏറ്റവും ലാസ്റ്റത്തെ ലെയർ ആണ് ഫിസിക്കൽ ലെയർ. ഫിസിക്കൽ ലെയറിൽ ഡാറ്റ ബിറ്റ്സ് ആയിട്ടേക്കാരം ഉണ്ടാവുക. ഡാറ്റ ലിങ്ക് ലെയറിൽ ഫ്രെയിംസ് ആയിട്ടേക്കാരം ഉണ്ടാവുക. നെറ്റ്വർക്കിൽ പാക്കറ്റ്സ് ആയിട്ടാണ് ഉണ്ടാവുക. ട്രാൻസ്പോർട്ട് ലെയറിൽ സെഗ്മെന്റ്സ് ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, ഫിസിക്കൽ ലെയറിൽ എങ്ങനെ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കാന്നാണ് കാണിക്കുന്നത്. ഡാറ്റ ലിങ്ക് ലെയറിൽ നിന്ന് ഫിസിക്കൽ ലെയറിലേക്ക് ഡാറ്റ വരും. ആ ഡാറ്റനെ ട്രാൻസ്മിഷൻ മീഡിയത്തിലൂടെ അല്ലെങ്കിൽ ഫിസിക്കൽ മീഡിയത്തിലൂടെ ഫിസിക്കൽ ലെയറിൽ നിന്ന് കടത്തി വിടും. എന്നിട്ട് അത് അടുത്ത നോഡിന്റെ ഫിസിക്കൽ ലെയറിലേക്ക് പോകും. അവിടുന്ന് ഡാറ്റ എൻക്യാപ്സുലേറ്റ് ചെയ്ത് ഡാറ്റ ഫ്രെയിംസ് ആക്കിയിട്ട് ഡാറ്റ ലിങ്കിലേക്ക് ഷെയർ ചെയ്യും. ഇത് പ്രോസസ്സാണ് ഫിസിക്കൽ ലെയറിൽ നടക്കുന്നത്. The main functionality of physical layer is to transmit the individual bits from one node to another node. ഒരു നോഡിൽ നിന്ന് മറ്റൊരു നോഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷനാലിറ്റിയാണ് ഫിസിക്കൽ ലെയറിനുള്ളത്. It is the lowest layer of the OSI model and it establishes, maintains and deactivates the physical connection. ഫിസിക്കൽ മീഡിയ ആയിട്ട് എപ്പോഴും കണക്ഷൻ ഉണ്ടാക്കുന്നതും ആ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആ കണക്ഷൻ ആവശ്യം കഴിഞ്ഞാൽ ഡീആക്ടിവേറ്റ് ചെയ്യുന്നതും ആരാണ്? ഫിസിക്കൽ ലെയർ ആണ്. It specifies the mechanical, electrical and procedural network interface specifications. Mechanical and electrical and procedural network interface specifications ഒക്കെ ചെയ്യുന്നത് ആരാണ്? ഫിസിക്കൽ ലെയർ ആണ്. Functions of a physical layer. Line configuration, data transmission, topology, signals. ഇങ്ങനെ 4 functions ആണ് ഫിസിക്കൽ ലെയറിനുള്ളത്. ലൈൻ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നോ ഒന്നിലധികമോ ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഏത് ഡിവൈസിലേക്കാണ് ഇപ്പോൾ ഒരു ഡാറ്റ കണക്ഷൻ അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതെന്ന് ഡിഫൈൻ ചെയ്യുന്നത് ഈ ഒരു ഫിസിക്കൽ ലെയർ ആണ്. ആൻഡ് ഡാറ്റ ട്രാൻസ്മിഷൻ ഇറ്റ് ഡിഫൈൻസ് ദ ട്രാൻസ്മിഷൻ മോഡ് വെദർ ഇറ്റ് ഈസ് സിംപ്ലെക്സ് ആണോ, ഹാഫ് ഡ്യൂപ്ലെക്സ് ആണോ, ഫുൾ ഡ്യൂപ്ലെക്സ് ആണോ. സിംപ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെർവറിൽ നിന്ന് ക്ലയന്റിലേക്ക് മാത്രമേ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ, തിരിച്ചിങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയില്ല. ഹാഫ് ഡ്യൂപ്ലെക്സ് പറഞ്ഞാൽ എന്താ? 2 സെർവറും ക്ലയന്റും ഒരുമിച്ച് ഡാറ്റ ട്രാൻസ്ഫറിങ് നടക്കില്ല. ബട്ട് ബൈ ഡയറക്ഷനിലാണ്. അറ്റ് എ ടൈം ഒരാൾക്ക് മാത്രമേ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫുൾ ഡ്യൂപ്ലെക്സ് പറഞ്ഞാൽ അറ്റ് എ ടൈം 2 പേർക്കും ഡെസ്റ്റിനേഷനും സോഴ്സിനും എന്ത് ചെയ്യാം? ഡാറ്റ ട്രാൻസ്മിഷൻ നടത്താം. അതാണ് ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ. അപ്പം ഡാറ്റ ട്രാൻസ്മിഷൻ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഫിസിക്കൽ ലെയർ ആണ്. ലൈൻ കോൺഫിഗറേഷൻ ചെയ്യുന്നതും ആരാണ്? ഫിസിക്കൽ ലെയർ ആണ്. ടോപ്പോളജി, ഏത് ടോപ്പോളജിയാണ്? നെറ്റ്വർക്ക് ടോപ്പോളജീസ് ഒരുപാടുണ്ടല്ലോ. ടോപ്പോളജീസ്, സ്റ്റാർ ടോപ്പോളജീസ്, മെഷ് ടോപ്പോളജി. ഇതിൽ ഏത് ടോപ്പോളജി ആണ് യൂസ് ചെയ്യാനുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫിസിക്കൽ ലെയർ ആണ്. അതുപോലെ സിഗ്നൽ, ഇറ്റ് ഡിറ്റർമൈൻസ് ടൈപ്പ് ഓഫ് സിഗ്നൽ യൂസ് ടു ട്രാൻസ്മിറ്റ് ദി ഇൻഫോർമേഷൻ. ഏത് ടൈപ്പ് ഓഫ് സിഗ്നൽ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നതും ഫിസിക്കൽ ലെയർ ആണ്. അടുത്ത ഡാറ്റ ലിങ്ക് ലെയർ. നെറ്റ്വർക്ക് ലെയറിൽ നിന്ന് ഡാറ്റ ലിങ്കിലേക്ക് ഡാറ്റ വരും. ഡാറ്റ ലിങ്ക് ലെയർ ഫിസിക്കൽ ലെയറിലേക്ക് കൊടുക്കും. ഫിസിക്കൽ ലെയറിലൂടെ അടുത്തയിലേക്ക് ട്രാൻസ്മിഷൻ മീഡിയത്തിലൂടെ അടുത്ത നോട്ടിലേക്ക് പോകും. അടുത്ത നോഡിൽ നിന്ന് ഫിസിക്കൽ ലെയറിൽ നിന്ന് തിരിച്ച് ഡാറ്റ ലിങ്കിലേക്ക് ഫ്രെയിംസ് ആക്കിയിട്ട് ഡാറ്റ വരും. ഫ്രെയിംസ് ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് കൊടുക്കും. പിന്നെ ഫ്രെയിംസിൽ എന്ന് പറയുമ്പോൾ ഒരു ഹെഡറും ഉണ്ടാവും, ഒരു ട്രെയിലറും ഉണ്ടാവും. പാക്കറ്റിന് ഹെഡറും ആഡ് ചെയ്തിട്ടുണ്ടാവും, ട്രെയിലറും ആഡ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഒരു ഫ്രെയിം എന്ന് പറഞ്ഞാൽ.
This layer is responsible for error-free transfer of data frames. Error-free ആയിട്ട് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ലെയർ ആണ് ഡാറ്റ ലിങ്ക് ലെയർ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഡിഫൈൻസ് ദി ഫോർമാറ്റ് ഓഫ് ഡാറ്റ ഓൺ ദി നെറ്റ്വർക്ക്. ഏത് ഫോർമാറ്റിലാണ് നെറ്റ്വർക്കിലൂടെ ഡാറ്റ പോകേണ്ടത് എന്നുള്ളത് ഡിഫൈൻ ചെയ്യും ഈ നെറ്റ്വർക്ക് ലെയർ. സോറി, ഡാറ്റ ലിങ്ക് ലെയർ. ഇറ്റ് പ്രൊവൈഡ്സ് എ റിലയബിൾ ആൻഡ് എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ ഡിവൈസസ്. ഒരു റിലയബിൾ ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും രണ്ടിൽ കൂടുതൽ ഡിവൈസസ് ഉണ്ടെങ്കിലും അവിടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കും. ഇറ്റ് ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ യൂണിക് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഈച്ച് ഡിവൈസ് ദാറ്റ് റെസിഡ്സ് ഓൺ എ ലോക്കൽ നെറ്റ്വർക്ക്. ലോക്കൽ നെറ്റ്വർക്കിലുള്ള ഒരുപാട് ഡിവൈസുകൾ ഉണ്ടാവില്ലേ ലോക്കൽ നെറ്റ്വർക്കിൽ. ഓരോ ഡിവൈസസിനെ യൂണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യും. ഇറ്റ് കണ്ടെയ്ൻസ് ടു സബ് ലെയേഴ്സ്, ലോജിക്കൽ ലിങ്ക് കൺട്രോൾ ലെയർ ആൻഡ് മീഡിയ ആക്സസ് കൺട്രോൾ ലെയർ. അങ്ങനെ രണ്ട് സബ് ലെയേഴ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഡാറ്റ ലിങ്ക് ലെയറിനെ. ലോജിക്കൽ ലിങ്ക് control layer and media access control layer. It is responsible for transferring packets to the network layer of the receiver that is receiving. Receiver side എങ്ങനത്തെ ഡാറ്റ പോവാ, ഡാറ്റ ലിങ്ക് ലെയറിന് നെറ്റ്വർക്ക് ലെയറിലേക്ക്. അതായത് നെറ്റ്വർക്ക് ലെയറിൽ പാക്കറ്റ്സ് ആയിട്ടാണ് ഡാറ്റ ഉണ്ടാവുക അല്ലേ. അപ്പൊ ഡാറ്റ ലിങ്ക് ലെയർ നെറ്റ്വർക്ക് ലെയറിലേക്ക് പാക്കറ്റ്സ് ആയിട്ട് ഡാറ്റ ഷെയർ ചെയ്യും. It identifies the address of the network layer protocol from the header. നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോക്കോളിന്റെ അഡ്രസ് എവിടെ നിന്നാണ് ഈ ഒരു ഡാറ്റ ലെയറിന് കിട്ടുക, ആ ഒരു ഫ്രെയിമിന്റെ ഹെഡറിൽ നിന്ന് കിട്ടും. ഇറ്റ് ആൾസോ പ്രൊവൈഡ്സ് ഫ്ലോ കൺട്രോൾ. ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ ഡാറ്റ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഈ ഒരു ഡാറ്റ ലെയർ ആണ്. മീഡിയ ആക്സസ് കൺട്രോൾ ലെയർ. Media access control layer is a link between the logical link control layer and the network's physical layer. നെറ്റ്വർക്കിന്റെ physical ലെയറും ലോജിക്കൽ ലിങ്ക് കൺട്രോൾ ലെയറും തമ്മിലുള്ള ഒരു ലിങ്ക് ആണ് ഈ മീഡിയ ആക്സസ് കൺട്രോൾ ലെയർ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്ഫറിങ് പാക്കറ്റ്സ് ഓവർ ദി നെറ്റ്വർക്ക്. നെറ്റ്വർക്കിലൂടെ പാക്കറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മീഡിയ ആക്സസ് കൺട്രോൾ ലെയർ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഫങ്ഷൻസ് ഓഫ് ദി ഡാറ്റ ലിങ്ക് ലെയർ. ഡാറ്റ ലിങ്ക് ലെയറിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഫങ്ഷൻ ആണ് ഫ്രെയിമിംഗ്. ദ ഡാറ്റ ലിങ്ക് ലെയർ ട്രാൻസ്ലേറ്റ് ദ ഫിസിക്കൽ raw bit stream into packets known as frames. അതായത് ഏറ്റവും എൻഡ് ലെയർ ആയ ഫിസിക്കൽ ലെയറിൽ ഡാറ്റ എങ്ങനെ ഉണ്ടാവുക, ബിറ്റ്സ് ആയിട്ടാണ് ഉണ്ടാവുക. ആ ബിറ്റ്സിനെ ഫ്രെയിംസ് ആക്കും ഈ ഒരു ഡാറ്റ ലിങ്ക് ലെയർ. ഫ്രെയിംസിൽ എന്തൊക്കെ ഉണ്ടാവും, ഹെഡറും ഉണ്ടാവും, ട്രെയിലറും ഉണ്ടാവും. ആ ഒരു നെറ്റ്വർക്കിൽ നിന്ന് വരുന്ന പാക്കറ്റിലേക്ക് എന്ത് ആഡ് ചെയ്യും, ഒരു ട്രെയിലറും ആഡ് ചെയ്യും, ഒരു ഹെഡറും ആഡ് ചെയ്യും. അത് ഹെഡർ ഈസ് ആഡഡ് ടു ദി ഫ്രെയിം കണ്ടെയ്ൻസ് ദി ഹാർഡ്വെയർ ഡെസ്റ്റിനേഷൻ ആൻഡ് സോഴ്സ് അഡ്രസ്. ഹെഡറിൽ എന്തൊക്കെ ഉണ്ടാവും, ഹാർഡ്വെയറിന്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സും സോഴ്സ് അഡ്രസ്സും ഉണ്ടാവും. പിന്നെ അടുത്ത ഫംഗ്ഷൻ ആണ് ഫിസിക്കൽ അഡ്രസ്സിംഗ്. എന്താണ് ഫിസിക്കൽ അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാല്, ഒരു ഫ്രെയിമിന് ഡെസ്റ്റിനേഷൻ അഡ്രസ്സും സോഴ്സ് അഡ്രസ്സും കൊടുക്കുക. അതാണ് ഫിസിക്കൽ അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാല്. ഹെഡറിൽ എന്തൊക്കെ ഉണ്ടാവുക, ഡെസ്റ്റിനേഷൻ അഡ്രസ്സും ഉണ്ടാവും, സോഴ്സ് അഡ്രസ്സും ഉണ്ടാവും. അടുത്തത് ഫ്ലോ കൺട്രോൾ. അതൊരു കോൺസ്റ്റന്റ് ഡാറ്റ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. അതായത് ഇപ്പൊ സെർവറിന് റിസീവറിനെക്കാട്ടിലും സ്പീഡ് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു റിസീവറിന് താങ്ങാൻ പറ്റുന്ന ആ സ്പീഡിൽ തന്നെ ഒരു ഡാറ്റ പ്രോസസ് ചെയ്ത് സെൻഡ് ചെയ്യാം. അതാണ് ഫ്ലോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ. എറർ കൺട്രോൾ. Error control is achieved by adding a calculated value CRC that is placed in the data link layer's trailer, which is added to the message frame before it is sent to the physical layer. Physical ലെയറിലേക്ക് ഡാറ്റ ഷെയർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരു സൈക്ലിക് റിഡൻഡൻസി ചെക്ക് ബിറ്റ് ആ ഒരു ട്രെയിലറിൽ, ആ ഒരു ഫ്രെയിമിന്റെ ട്രെയിലറിൽ ആഡ് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ ആ ഒരു ഫ്രെയിമിനെ ഫിസിക്കൽ ലെയറിലേക്ക് പാസ് ചെയ്യാം. If an error seems to occur, then the receiver sends the acknowledgement for the retransmission of the corrected frames. എന്തെങ്കിലും എറർ ഉണ്ട് എന്നുണ്ടെങ്കിൽ റിസീവർ ഒരു അക്നോളജ്മെന്റ് തിരിച്ചയക്കും ആ ഒരു ഫ്രെയിമിനെ വീണ്ടും റീട്രാൻസ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. പിന്നെ ആക്സസ് കൺട്രോൾ. ഒന്നോ ഒന്നിൽ കൂടുതലോ ഡിവൈസസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ the data link layer protocols are used to determine which device has control over the link at the given time. ഈ ഒരു സമയത്ത് ഏത് ഡിവൈസസിനാണ് കൺട്രോൾ എന്ന്, ഈ ഒരു ഏത് ഡിവൈസസിനായിട്ടാണ് നമ്മൾ ഇന്റർ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ ഒരു ഡാറ്റ ലിങ്ക് ലെയർ ആണ്. അതാണ് ആക്സസ് കൺട്രോൾ. എന്തൊക്കെയാണ് ഡാറ്റ ലിങ്ക് ലെയറിന്റെ ഫങ്ഷൻസ്? ഫിസിക്കൽ അഡ്രസ്സിംഗ്,
framing, flow control, error control, access control. എന്താണ് നെറ്റ്വർക്ക് ലെയർ? നെറ്റ്വർക്ക് ലെയറിന് എവിടുന്ന ഡാറ്റ വരിക? ട്രാൻസ്പോർട്ട് ലെയറിന് ഡാറ്റ വരും. നെറ്റ്വർക്ക് ലെയറിൽ പാക്കറ്റ്സ് ആയിട്ടാണ് ഡാറ്റ എന്ന് പറഞ്ഞു. ആ പാക്കറ്റ്സിന് അറ്റാച്ച് ചെയ്ത് ഒരു ഹെഡർ ഉണ്ടാവും. പിന്നെ അതേപോലെ നെറ്റ്വർക്ക് ലെയറിന് എങ്ങോട്ട് ഡാറ്റ പോവാ? ഡാറ്റ ലിങ്ക് ലെയർക്ക്. ഡാറ്റ ലിങ്ക് ലെയർ ഫ്രെയിംസ് ആയിട്ടാണ് ഡാറ്റ ഉണ്ടാവുക എന്ന് പറഞ്ഞു അല്ലേ? പിന്നെ അടുത്ത നോട്ടിലെത്തുമ്പോൾ എങ്ങനെയൊക്കെ, അതായത് റിസീവർ സൈഡിലെത്തുമ്പോൾ ഡാറ്റ ലിങ്ക് ലെയറിന് നെറ്റ്വർക്ക് ലെയർക്ക് ഡാറ്റ പോവും. നെറ്റ്വർക്ക് ലെയറിന് ട്രാൻസ്പോർട്ട് ലെയർക്ക് ഡാറ്റ പോവും. ട്രാൻസ്പോർട്ട് ലെയറിൽ എങ്ങനെയാണ് ഡാറ്റ ഉണ്ടാവുക? ഓരോ സെഗ്മെന്റ്സ് ആയിട്ടാണ് ഡാറ്റ ഉണ്ടാവുക. This is a layer 3 that manages device addressing, tracks the location of the devices on the network. നെറ്റ്വർക്കിലുള്ള ഡിവൈസസിന്റെ ലൊക്കേഷൻ ഒക്കെ ട്രാക്ക് ചെയ്യുകയും ചെയ്യും. അതേപോലെ ഡിവൈസ് അഡ്രസ്സിംഗ് മാനേജ് ചെയ്യുന്നതും ഈ ഒരു നെറ്റ്വർക്ക് ലെയർ ആണ്. ഇറ്റ് ഡിറ്റർമൈൻസ് ദ ബെസ്റ്റ് പാത്ത് ടു മൂവ് ഫ്രം ദി സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ഓൺ ദി നെറ്റ്വർക്ക് കണ്ടീഷൻസ് ആൻഡ് ദി പ്രയോറിറ്റി ഓഫ് ദി സർവീസസ് ആൻഡ് അതർ ഫാക്ടേഴ്സ്. ഒരു സോഴ്സിൽ നിന്നിട്ട് ഡെസ്റ്റിനേഷനിലേക്ക് ബെസ്റ്റ് പാത്ത്, ബെസ്റ്റ് റൂട്ട് കാണിച്ചു കൊടുക്കും ഈ ഒരു നെറ്റ്വർക്ക് ലെയർ ബേസ്ഡ് ഓൺ നെറ്റ്വർക്ക് കണ്ടീഷൻ. നെറ്റ്വർക്കിന്റെ കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടും ആ ഒരു സർവീസിന്റെ പ്രയോറിറ്റി എത്രത്തോളം ഉണ്ടോ അത് വെച്ചിട്ടും, പിന്നെ അതേപോലെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് ഒക്കെ നോക്കിയിട്ട് ഒരു ബെസ്റ്റ് റൂട്ട് ഡാറ്റ ട്രാൻസ്മിഷന് കാണിച്ചു കൊടുക്കും. അതായത് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിക്ക് ഡാറ്റ ട്രാൻസ്മിഷന് ഒരു ബെസ്റ്റ് പാത്ത് ഡിറ്റർമൈൻ ചെയ്യും ഈ ഒരു നെറ്റ്വർക്ക് ലെയർ. ദ നെറ്റ്വർക്ക് ലെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ റൂട്ടിംഗ് ആൻഡ് ഫോർവേഡിംഗ് പാക്കറ്റ്സ്. ഒരു പാക്കറ്റ്സിനെ റൂട്ട് ചെയ്യാനും ഫോർവേഡ് ചെയ്യാനും ഒക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലെയർ ആണ് നെറ്റ്വർക്ക് ലെയർ എന്ന് പറഞ്ഞാൽ. റൂട്ടേഴ്സ് ആർ ദി ലെയർ 3 ഡിവൈസസ്. റൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലെയർ 3യിലുള്ള കുറച്ച് ഡിവൈസസ് ആണ്. അതൊക്കെ ഒരു ചെക്ക് പോയിന്റ്സ് പോലെയാണ്. ഡാറ്റ ഫ്ലോ ചെയ്യുമ്പോഴുള്ള ഓരോ ചെക്ക് പോയിന്റ്സ്, ഒരു ഇന്റർമീഡിയേറ്റേഴ്സ് ആണ് റൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. They are specified in this layer and used to provide the routing services within the internet network. റൂട്ടേഴ്സ് എന്ത് ചെയ്യും? ഓരോ മെസ്സേജിന് റൂട്ട് ചെയ്യും. അതായത് റൂട്ടിംഗ് സർവീസസ് നടത്തുന്ന ജോലിയാണ് ആർക്ക്? റൂട്ടേഴ്സിന്. The protocols used to route the network traffic are known as network layer protocols. നെറ്റ്വർക്ക് ലെയറിലെ പ്രോട്ടോകോൾസ് ആണ് നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ. നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോകോൾസ് എന്താ? ഒരു കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ആണ്. അത് നെറ്റ്വർക്ക് ട്രാഫിക് കുറക്കാൻ വേണ്ടിയിട്ടും ഓരോ മെസ്സേജിനെയും ഡയറക്റ്റ് അതിന്റെ ബെസ്റ്റ് പാത്ത് നോക്കി റൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ കുറച്ച് നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോകോൾസ് ഉള്ളത്. എക്സാമ്പിൾസ് ഓഫ് നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോകോൾസ് ആർ IP ആൻഡ് IPv6. ഇന്റർനെറ്റ് പ്രോട്ടോകോളും IPv6 ആണ് പ്രോട്ടോകോൾസിന്റെ എക്സാമ്പിൾസ്. ട്രാൻസ്പോർട്ട് ലെയറും സെക്ഷൻ ലെയറും പ്രസന്റേഷൻ ലെയറും ആപ്ലിക്കേഷൻ ലെയറും നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.